ദ ജേർണലിസ്റ്റിലേക്ക്. ബീഹാറിൽ നാളെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഇന്ത്യ സഖ്യം പരാജയപ്പെട്ടാൽ എന്തു ചെയ്യുമെന്ന് നിരവധി പേർ ചോദിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോകളുടെ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് പലരും ചോദിക്കുകയാണ്, നാളെയും നീ ഇവിടെ തന്നെ കാണുമോ എന്ന്. ഇവർക്കുള്ള ഒരു മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നൽകുന്നത്. നാളെ ഇന്ത്യ സഖ്യം ജയിച്ചാലും പരാജയപ്പെട്ടാലും അത് സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ധർമ്മം, ഈ ചാനലിൻ്റെ ധർമ്മം. ആ വാക്കൊന്നുകൂടി ശ്രദ്ധിച്ചോളുക, സത്യസന്ധമായി. ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ വിജയമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് രാഷ്ട്രീയ ബോധമുള്ള ആർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ എന്തുകൊണ്ട് എക്സിറ്റ് പോളുകൾ ഇന്ത്യ മുന്നണിക്ക് എതിരായി എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്. മോദിയെ താങ്ങുന്ന ഗോദി മീഡിയയ്ക്ക് എന്ത് മാധ്യമധർമ്മമെന്ന്, അല്ലേ? എന്തായാലും ഞാൻ ചില ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കും, ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് എന്താകും ബീഹാർ ഇലക്ഷൻ്റെ അന്തിമ ഫലം, അല്ലെങ്കിൽ ബീഹാറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പ്രേക്ഷകർ ഒന്ന് പറയണം. ആ വീഡിയോ ആദ്യം നമുക്കൊന്ന് കാണാം. लेकिन सत्ता में तो हम लोग ही आएंगे। पूर्ण बहुमत की सरकार हमारी बनने जा रही है। इसीलिए एग्जिट पोल बढ़ चढ़ के दिखाया गया था बीजेपी वालों के द्वारा कि हम वोट चोरी करके सत्ता में बेईमानी तरीका से आना चाहते हैं, और ये बात सिद्ध होती हुई दिख रही है। आप देख सकते हैं। നോക്കുക, ബീഹാറിൽ EVMകൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു കേന്ദ്രത്തിൽ ഒരു ലോറി അർദ്ധരാത്രിക്ക് വന്ന് നിൽക്കുകയാണ്. ഈ ലോറിയിൽ കുറേ ലോഡുകളുണ്ട്, കുറേ ബോക്സുകളാണ്. പുലർച്ചെ 3 മണിയായിട്ടും ഈ ലോറി അവിടെ തന്നെ കിടക്കുക. ഈ ലോറി എപ്പോഴോ കയറിപ്പോയതാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും RJD പ്രവർത്തകരും ജനങ്ങളും സംഘടിച്ചു വരുന്നു. അതിനുള്ളിൽ എന്താണെന്ന് അറിയണം, എന്തിനാ ലോറി അവിടെ വന്നു എന്നവർ ചോദിക്കുന്നുമുണ്ട്. സംഭവം വലിയ വിവാദമായപ്പോൾ ഉദ്യോഗസ്ഥർ വന്നു, ആ ലോറിയിലെ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കി, ആ ബോക്സിലൊന്നുമില്ല. ഇതോടുകൂടി BJP കൗണ്ടർ നെറേറ്റീവുകൾ ഉണ്ടാക്കുകയാണ്. ഇത് വോട്ട് കൊള്ള ആരോപണം പൊളിഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട്. ആ തുറന്നു നോക്കുന്ന വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം. നോക്കുക, ആ ലോറിയുടെ ബാക്കിലുള്ള പെട്ടികൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോ മറ്റുദ്യോഗസ്ഥരോ വരുന്നു, അത് തുറന്നു കാണിക്കുന്നു. ഇതിനകത്ത് ഒന്നുമില്ല, ശൂന്യമായ പെട്ടിയാണ് എന്ന് പറയുന്നു. അതായത് EVMകളോ അല്ലെങ്കിൽ ഇവർ പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിൽ അട്ടിമറി നടത്താനുള്ള വസ്തുക്കളോ അതിലുണ്ടായിരുന്നില്ല. സംഭവം ശരിയാണ്, ഒന്നുമില്ലാത്ത പെട്ടികളാണ്. പക്ഷേ ആ ലോറി നിറയെ പെട്ടികളുമായി ഒരു ലോറി അർപ്പിക്കുന്നു. പക്ഷേ ഇവരോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, ആ ലോറി എന്തിനാണ് അവിടെ വന്നത്? സെക്യൂരിറ്റി അത്രയധികം ശക്തമായ EVMകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമിന് മുന്നിൽ അല്ലെങ്കിൽ അതിനരികിൽ ഒരു ലോറി നിറയെ പെട്ടികളുമായി വരേണ്ട ആവശ്യകത എന്താണ്? ഇതാണ് ഏറ്റവും പ്രാഥമികമായി ഉയരുന്ന ചോദ്യം. ആ ലോറി എപ്പോഴാണ് അവിടെ വന്നത്? ആ പെട്ടികൾക്കുള്ളിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ആ പെട്ടികളിൽ എന്തെങ്കിലും കൊണ്ടുപോകാൻ ശ്രമിച്ച് ജനങ്ങൾ പിടിച്ചപ്പോൾ അത് കാലിപ്പെട്ടികളാണെന്ന് പറഞ്ഞ് തുറന്നു കാണിച്ചതാണോ? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും RJD ഉന്നയിക്കുന്നുണ്ട്.
ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലും ആ ചോദ്യമുണ്ടാകും. കാരണം പല തെരഞ്ഞെടുപ്പ് ഫലങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഈ സ്ട്രോങ് റൂമുകളിലൊക്കെ നമ്മൾ രാവിലെ തന്നെ ക്യാമറയുമായൊക്കെ ചെല്ലുമ്പോൾ ഒരു ലോറി നിറയെ കാലിപ്പെട്ടികൾ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഇനി ഇത് ബീഹാറിലെ മാത്രം എന്തെങ്കിലും പ്രത്യേകതയാണോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ ബീഹാറിലെ സകല സ്റ്റോർ റൂമുകളുടെയും സൈഡിൽ ഒരു ലോറി നിറപെട്ടികളുമായിട്ട് കാലിപ്പെട്ടികളുമായിട്ട് കിടക്കേണ്ടതാണ്. അതൊട്ടും ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഔദ്യോഗിക വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ പല വിഷ്വലുകളും RJD പുറത്തുവിട്ടതിൽ ഈ പറയുന്ന സ്ട്രോങ് റൂമുകൾ സൂക്ഷിച്ചിരിക്കുന്ന CCTV അത് പലതും ഓഫായി കാണുന്നുണ്ട്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ കൃത്യമായി തന്നെ ഉയരുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തേജസ്വി യാദവ് നിർണായകമായ ചില വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് കാണാം. पोस्टल को आप रिजेक्ट कर देते हैं, एक रिजेक्ट समझ में आता है, 10 रिजेक्ट समझ में आता है, 50 रिजेक्ट समझ में आता है। आप 900 पोस्टल वोट रद्द कर रहे हैं, 700 पोस्टल वोट रद्द कर रहे हैं, 500 पोस्टल वोट रद्द कर रहे हैं। और रद्द हो रही है तो ये चुनाव के उम्मीदवार का जिम्मेवारी तो नहीं है। रद्द किस वजह से किया गया और इतनी बड़ी संख्या में रद्द क्यों हुआ? जब हमारे कैंडिडेट्स ने जब मांगा रिटर्न में आरओ से कि लिखित में दीजिए कि आपने रद्द क्यों किया, आरओ की जिम्मेदारी है कि वो कैंडिडेट्स को सेटिस्फाई करे जो कि हमने आपको गाइडलाइन में बताया। और किससे पूछ करके इलेक्शन कमीशन ने गिनती जो है लास्ट में पोस्टल का किया और रद्द करने का काम किया? पहले क्यों नहीं काउंटिंग कराई गई? किसके दबाव में? अगर जहां भी पोस्टल अगर बाद में काउंट हुए हैं तो हमारी मांग है, क्योंकि 40 दिन तक सील्ड रहता है, रिकॉर्डेड होने चाहिए, वीडियोग्राफी लाइए, वैलिड इनवैलिड बैलेट पेपर्स को सामने रखिए और रिकाउंटिंग कराया जाए। നോക്കുക, വീണ്ടും മറ്റൊരു തട്ടിപ്പ് കൂടി നടക്കാൻ സാധ്യതയുണ്ടെന്ന് ആണ് RJD നേതാവ് തേജസ്വി യാദവ് പറയുന്നത്. അതായത് പോസ്റ്റൽ ബാലറ്റുകൾ, അതിലും വലിയ പണി നടക്കാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അതിനുള്ള കാരണം 2020 തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ സംഭവിച്ചതായി, അട്ടിമറി പോസ്റ്റൽ ബാലറ്റിലും നടന്നതായി തേജസ്വി യാദവ് ചൂണ്ടിക്കാണിക്കുകയാണ്. അന്ന് ജനവിധി നമ്മൾക്ക് അനുകൂലമായിരുന്നെങ്കിലും നമുക്കത് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് തേജസ്വി യാദവ് പറയുന്നത്. RJD സ്ഥാനാർത്ഥികൾ ആദ്യം പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നതിൽ ശ്രദ്ധിക്കണം. കഴിഞ്ഞ തവണ അവ പിന്നീട് എണ്ണിയപ്പോൾ 900 ബാലറ്റുകൾ, പോസ്റ്റൽ ബാലറ്റുകൾ RJDക്ക് അനുകൂലമായവ തള്ളിക്കളഞ്ഞതായി കണ്ടെത്തി എന്നതാണ് തേജസ്വി യാദവ് പറയുന്നത്. അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചത്? 12, 15, 17, 100, 150 വോട്ടുകൾക്ക് അതുകൊണ്ട് സീറ്റ് നഷ്ടപ്പെട്ടു. പോസ്റ്റൽ ബാലറ്റിൽ കൃത്രിമം നടത്തിയാൽ പോലും RJD ഇന്ത്യ മുന്നണിക്ക് തോൽവി ഉണ്ടാകാം, NDAക്ക് ജയമുണ്ടാകാം. അങ്ങനെ പോലും ഗൂഢമായ നീക്കങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നുണ്ട് എന്നാണ് RJDയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള തേജസ്വി യാദവ് ചൂണ്ടിക്കാണിക്കുന്നത്. നോക്കുക, ഒരു ജനാധിപത്യ രാജ്യത്തിൽ ആ ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും പരമപ്രധാനമായ ഭാഗമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സംശയത്തിന് നിലനിർത്തിക്കൊണ്ട് ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് പറയുന്നത്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയുടെ പോക്ക് എങ്ങോട്ടാണ്? രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് പറയുന്നത്, വേറെ ആരുമല്ല. പ്രതിപക്ഷ നേതാവെന്ന് വെച്ചാൽ ഒരു രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ്? ക്യാബിനറ്റ് റാങ്കുള്ള ആളാണ്. അത്രയും പരമപ്രധാനമായ പദവിയിലിരിക്കുന്ന, അതായത് ഭരണകൂടത്തെ പോലെ തന്നെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ പോലെ തന്നെ അത്രയധികം ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണെന്ന് വിളിക്കാവുന്ന ഒരു ജനാധിപത്യ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൗരന്മാരിൽ ഒരാളാണ് ഈ പ്രതിപക്ഷ നേതാവ്. ആ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിരന്തരമായി വോട്ട് കൊള്ള എന്ന ആരോപണം ഉന്നയിക്കുകയും പല വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്തിട്ടും അതിന്മേലൊന്നും ഒരു തീർപ്പ് കൽപ്പിക്കപ്പെടുന്നില്ല, പ്രാഥമിക അന്വേഷണം പോലും നടക്കുന്നില്ല. ആ ഘട്ടത്തിലാണ് വീണ്ടും വീണ്ടും ഇത്തരം ഗൗരവതരമായ വിഷയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, എങ്ങോട്ടാണ് പോകുന്നത് കാര്യങ്ങൾ. ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം പരാജയപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ NDA വിജയിക്കുകയാണെങ്കിൽ പ്രതിപക്ഷം അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല, ഇന്ത്യ മുന്നണി അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല. ഇത്തരം വിഷയങ്ങൾ ഓരോന്നോരോന്നായി ഉയർത്തി കാണിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധത്തിലേക്കായിരിക്കും പോവുക എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.